1/2 കിലോ റേഷൻ അരി കൊണ്ടാണ് നമ്മൾ ബിരിയാണി ചെയ്യുന്നത്. അപ്പോൾ ബിരിയാണിക്ക് വേണ്ടിയിട്ട് സാധാ എടുക്കുന്നത് ബസുമതി റൈസാണ്. നമ്മൾ റേഷൻ അരി കൊണ്ടാണ് ബിരിയാണി ചെയ്യാൻ പോകുന്നത്. നമുക്ക് ബിരിയാണിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ 1/2 കിലോ റേഷൻ അരിയാണ്. അപ്പോൾ ഒരു 150 ഗ്രാം സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത്, ഒരു 150 ഗ്രാം തക്കാളി, ഒരു 3-4 പച്ചമുളക്. ബിരിയാണി ആയതുകൊണ്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. പരമാവധി വെളിച്ചെണ്ണയിൽ പാചകം ചെയ്യാൻ ശ്രമിക്കുക. ഒരു 50 ഗ്രാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു 100 ഗ്രാം തൈര്, ഒരു 50 ഗ്രാം മല്ലിയില കൊത്തി അരിഞ്ഞത്, 50 ഗ്രാം പുതിന, ഒരു 5 ഗ്രാമ്പൂ, 4 ഏലക്ക, 2 സ്റ്റാർ പൂ. വലിയ പട്ടയാണെങ്കിൽ 2 പീസ്, ചെറുതായതുകൊണ്ട് ഒരു 3-4 ചെറിയ പീസ് എടുത്തു. 2 വലിയ വേണയിലയാണ് ആവശ്യമുള്ളത്. ഞാൻ 3 ചെറിയ പച്ച വേണയിലാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ അടുപ്പ് കത്തിച്ച് കലം വെച്ചിട്ട് കലം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും 150 ഗ്രാം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം. അപ്പോൾ സൺഫ്ലവർ ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ആദ്യം പട്ട ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ സ്റ്റാർ പൂ അല്ലെങ്കിൽ തക്കോലം, 4 ഗ്രാമ്പൂ, 4 പീസ് ഏലക്ക, 3 ചെറിയ വേണ, അതിൻ്റെ കൂടെ പച്ചമുളക്, 4 പച്ചമുളക് കട്ട് ചെയ്തത്, അതിൻ്റെ കൂടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 50 ഗ്രാം. ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. ചെറിയ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് മണമൊന്ന് മാറി വരുമ്പോഴത്തേക്കും നമുക്ക് കൊത്തി അരിഞ്ഞ് വെച്ച് 150 ഗ്രാം സവാള ഇട്ട് കൊടുക്കും. നന്നായിട്ടൊന്ന് ഇളക്കണം. കലത്തിൽ ബിരിയാണി വയ്ക്കുമ്പോൾ അല്പം ഒരു മൺകലം ആയതുകൊണ്ട് കുറേ എണ്ണ അത് പിടിച്ചെടുക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അളവിൽ കൂടുതൽ, ഞാനിപ്പോൾ 150 ഗ്രാമേ ഒഴിച്ചിട്ടുള്ളൂ. 150 ഗ്രാം എന്നത് 200 ഗ്രാം സൺഫ്ലവർ ഓയിൽ വരെ ഒഴിക്കാം. സവാളയൊന്ന് വേവായി വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ വെട്ടി അരിഞ്ഞ് വെച്ച് തക്കാളി കൂടെ ഇട്ട് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് മറിച്ച് കൊടുക്കാം. നമ്മുടെ സവാളയും തക്കാളിയും ഒന്ന് വേഗം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം. മൺകലമായതുകൊണ്ട് ഞാൻ ചെറിയ ഫ്ലെയിമിലാണ് തീ വെച്ചിട്ടുള്ളത്. മൺകലത്തിൽ ചെറിയ ഫ്ലെയിമിൽ തീ വെച്ചിട്ട് വേണം ബിരിയാണി ഉണ്ടാക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം കലം പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ചെറിയ ഫ്ലെയിമിൽ വയ്ക്കുന്നത്. അടികട്ടിയുള്ള പാത്രമൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൂടിയ ഫ്ലെയിമിൽ തീ വെച്ചാലും കുഴപ്പമില്ല. അപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ ചെറുതായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ കൊത്തിയരിഞ്ഞ് വെച്ച മല്ലിയില ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ പുതിനയില,
നന്നായിട്ട് മറിച്ച് കൊടുക്കും. നന്നായിട്ടൊന്ന് മറിച്ച് വെച്ചു. പിന്നെ നമ്മൾ എടുത്ത് വെച്ച് ഒരു 100 തൈര് അതിലോട്ട് ഒഴിച്ച് കൊടുക്കുക. നന്നായിട്ട് മറിച്ചു. ഇനി നമുക്ക് വേണ്ടത് കാശ്മീരി മുളക് പൊടി. കാശ്മീരി മുളക് പൊടി ഒരു മീഡിയം സൈസ് സ്പൂണ്, 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി. എരിവ് അല്പം കൂടുതൽ വേണമെന്നുള്ളവർക്ക് പച്ചമുളകോ കാശ്മീരി മുളകോ കൂടുതൽ ഇട്ട് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ 1 സ്പൂൺ മുളക് പൊടി മതിയാവും. അപ്പം നമ്മൾ ബാക്കി ചേരുവകളെല്ലാം നന്നായിട്ട് വഴറ്റിയെടുത്തു. ഇനി ഇതിലോട്ട് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. 1/2 കിലോ അരിയാണ് ഞാൻ എടുത്തിട്ടുള്ള ബിരിയാണിക്ക്. അപ്പം നമ്മൾ 1/2 കിലോ അരി ഇട്ടു. 1/2 കിലോ അരി നമ്മുടെ ഈ ഒരു ചെറിയ പാത്രത്തിന് 1 പാത്രം അരി വരും. അപ്പം നമുക്ക് ഇതിന് 3 പാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കണം അരി വേകാൻ വേണ്ടിയിട്ട്. മൂന്ന് മുന്ത വെള്ളം ഒഴിച്ചു. പാത്രം നിറഞ്ഞു. ഇനി നന്നായിട്ടൊന്ന് മറിച്ച് കൊടുക്കും. അരിയിട്ട് വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ ഉപ്പിൻ്റെ കണക്ക് നോക്കണം. ഒരല്പം ഉപ്പ് വെള്ളത്തിൽ കൂടുതൽ നിൽക്കണം. അപ്പോൾ നമ്മൾ ദം ചെയ്യുമ്പോൾ ഉപ്പ് കറക്റ്റ് ആയിരിക്കും. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ടിട്ട് ഇനി ഉപ്പിൻ്റെ കണക്ക് നോക്കാം. ഒരല്പം ഉപ്പ് കൂടുതലുണ്ട്. ഇനി നമുക്ക് ഇതുവരെ നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിരുന്നു. ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടി വയ്ക്കണം. കൂട്ടി വെച്ചിട്ട് ചോറൊന്ന് നന്നായിട്ട് വേവണം. ഇപ്പം നമ്മളിപ്പോൾ ബിരിയാണി അടച്ച് വെച്ചിട്ട് ഒരു 10-20 മിനിറ്റായി. വെള്ളമൊക്കെ വറ്റി ഒന്ന് അടുത്തകത്ത് പതുക്കെ മറിച്ച് വെച്ച് കൊടുക്കും. അപ്പോൾ നമ്മുടെ കുസ്ക നമ്മുടെ സമയമായി. റൈസൊക്കെ വറ്റിയിട്ടുണ്ട്. റൈസൊക്കെ നന്നായിട്ട് വെന്തു. ഇപ്പോൾ നമ്മൾ ബിരിയാണിയിൽ റൈസ് വയ്ക്കുമ്പോൾ നമ്മൾ ഈ അരി വേവുന്നതിനും ഒരു 5 മിനിറ്റ് മുമ്പ് ഇപ്പോൾ ഒരു 20 മിനിറ്റ് എടുത്തിട്ടുണ്ട്. കുറച്ച് വേവ് കൂടുതലുള്ള റേഷൻ അരിയാണ്. ചില റേഷൻ അരിക്ക് വേവ് കുറവായിരിക്കും. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് ഒരല്പം കുറയ്ക്കണം. നമ്മളിപ്പോൾ 1-ന് 3 ഇരട്ടി 3 പാത്രം വെള്ളം ഒഴിച്ചു. അതിലൊരു അരപ്പാത്രം വെള്ളം റേഷൻ അരി വേവ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് വേണം ഒഴിക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ റൈസ് കൂടുതൽ വെന്ത് കുഴഞ്ഞു പോകും. ഇപ്പം നമ്മൾ കലത്തിൽ ബിരിയാണി വയ്ക്കുമ്പോൾ ഇടയ്ക്ക് വേവുന്ന സമയത്തിന് ഒരു 5 മിനിറ്റ് മുമ്പ് 3-4 പ്രാവശ്യം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കുമ്പോൾ തവി കലത്തിൽ തട്ടാൻ പാടില്ല. തവി കലത്തിൽ തട്ടുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പണി കിട്ടും, കലം പൊട്ടിപ്പോവും. അതുപോലെ തന്നെ നമ്മൾ ബിരിയാണി വയ്ക്കുന്നതിന് മുമ്പ് ആദ്യത്തെ ചേരുവകളൊക്കെ ഇളക്കുന്ന സമയത്ത് കുറഞ്ഞ ഫ്ലെയിമിൽ വേണം. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് പട്ട, ഗ്രാമ്പു, ബാക്കിയുള്ള സാധനങ്ങളും ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിലും ചിലപ്പോൾ കലം പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കലത്തിൽ ബിരിയാണി വയ്ക്കുമ്പോൾ അതെല്ലാം ഒന്ന് ശ്രദ്ധിക്കണം.
ഇനി നമുക്ക് ദമ്മിടാം. അപ്പോൾ നമുക്ക് 1/2 കിലോ റേഷൻ അരിക്ക് ഒരു 25 ഗ്രാം നെയ്യ് മതിയാവും. 50 ഗ്രാം നെയ്യ് വേണമെന്നുള്ളവർക്ക് ഒഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ 1 കിലോ അരിക്ക് പ്ലെയിൻ ബിരിയാണി ആയതുകൊണ്ട് നമുക്ക് 1 കിലോ അരിക്ക് 50 ഗ്രാം മതിയാവും നെയ്യ്. അപ്പോൾ 25 ഗ്രാം അതിൻ്റെ പുറത്തോട്ട് ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചു. വെള്ളം വറ്റിയ ഉടനെ തീ കുറച്ച് വയ്ക്കുക. പിന്നെ നമുക്കൊരു 5 മിനിറ്റ് കൂടെ ഒന്ന് അടച്ചു വെച്ചിട്ട് ആവിയാറ്റണം. ഇനി ഫ്ലെയിം കൂട്ടേണ്ട ആവശ്യമില്ല, ചെറിയ ഫ്ലെയിം മതി. കനലാണെന്നുണ്ടെങ്കിൽ തീ അണച്ചിട്ട് പുറത്ത് കനലിടുക. ഞാനിപ്പോൾ പുറത്ത് കനലിടുന്നില്ല, ചെറിയ ഫ്ലെയിമിൽ 5 മിനിറ്റ് കൂടെ അടച്ചു വയ്ക്കുകയാണ്. നമുക്ക് ആവി പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പുറത്ത് എന്തെങ്കിലും ഒരു വെയിറ്റ് വെച്ച് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൻ്റെ പുറത്ത് വെയിറ്റ് വെച്ചു. ഇനി 5 മിനിറ്റ് ഇരുന്ന് ബാക്കിയുള്ള വെള്ളം കൂടെ ഒന്ന് വറ്റണം. ഇപ്പോൾ നമ്മളൊരു 5 മിനിറ്റ് ബാക്കിയുള്ള വെള്ളം വറ്റിക്കാൻ വേണ്ടി വെച്ചു. അപ്പോൾ നിങ്ങൾ 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയിട്ട് തവി കൊണ്ടൊന്ന് ഇളക്കി നോക്കുക ചെറുതായിട്ട്. വെള്ളം വറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒരു 3-4 മിനിറ്റ് കൂടെ വെച്ചിട്ട് നോക്കിയിട്ട് ഇറക്കുക. അപ്പോൾ ഞാനിത് ഇറക്കി ഇനി ഒരു 15 മിനിറ്റ് നമ്മൾ റെസ്റ്റിന് മാറ്റി വയ്ക്കണം. അപ്പോൾ ഞാൻ 15 മിനിറ്റ് ഒന്ന് ബിരിയാണി മാറ്റി വയ്ക്കാൻ പോവുകയാണ്. അപ്പം നമ്മുടെ ബിരിയാണി എടുക്കാനായി. അപ്പം നമ്മൾ റേഷൻ അരിയുടെ ബിരിയാണി ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവുകയാണ്. ഇവിടെ ഒരല്പം മാങ്ങാച്ചാറ്. റേഷൻ അരി ആയതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് വടിച്ച് ദം ചെയ്യാത്തതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഈർപ്പം കൂടുതലുണ്ട് റൈസിൽ. ചെറുതായി കുഴഞ്ഞിട്ടുണ്ട്, എന്നാലും ടേസ്റ്റ് വ്യത്യാസമൊന്നും വരില്ല. സൂപ്പർ ടേസ്റ്റാണ്. നമ്മൾ അതിൻ്റെ കൂടെ ഒരല്പം മാങ്ങാച്ചാറും കൂടെ കൂട്ടിയാണ് കഴിക്കുന്നത്. ടേസ്റ്റിന് കുറവൊന്നും ഉണ്ടാവില്ല. നിങ്ങളും ഈ റെസിപ്പി ഒന്ന് ചെയ്ത് നോക്കണം. റേഷൻ അരിയിൽ ഈ ബിരിയാണി ചെയ്ത് കഴിക്കാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പുതിയ റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമ്മൾ സെപ്പറേറ്റ് റൈസ് വടിച്ച് ദമ്മിയാണെന്നുണ്ടെങ്കിൽ ഈ ഈർപ്പം ഉണ്ടാവില്ല, ചോറ് നല്ല പുറപുറായിട്ട് നിൽക്കും. ഇപ്പോൾ റേഷൻ അരിയിലെ ബിരിയാണി നിങ്ങളും ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. ഒരു പ്രാവശ്യം ചെയ്ത് നോക്കുമ്പോൾ റെസിപ്പി അറിയാൻ പറ്റും.